ഇതുപോലെ ഒരു റോസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇങ്ങനെ തഴച്ച് വളർന്ന് മേളിലോട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന റോസ്, ഇപ്പോൾ പൂവിടും എന്ന് വിചാരിക്കുന്ന ഈ റോസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണാൻ മറക്കല്ല കേട്ടോ. ഈ റോസ് നോക്കി മുരടിച്ച് കരിയാറായി ഇപ്പോൾ പോകുമെന്ന് വിചാരിച്ച് ഈ റോസ് നല്ല തളിർപ്പും കാര്യങ്ങളും വന്നിട്ട് ഒരു നല്ല മനോഹരമായ കളറിലുള്ള ഒരു പൂവും വിരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ കൊടുത്ത ഒരു നല്ലൊരു വളം കൊണ്ടാണ് ഈ ഒരു റോസ ഇങ്ങനെയായിട്ട് വന്ന്. പിന്നെ നല്ലൊരു കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. നല്ലൊരു ജൈവ കീടനാശിനിയാണിത്. അപ്പോൾ നമ്മുടെ റോസയിലൊക്കെ നല്ല പൂക്കളുണ്ടാവാനായിട്ടും നമ്മുടെ റോസിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ടും ആ പൂക്കൾ വളരെ മനോഹരമായി നല്ല വലിയ പൂക്കളായിട്ട് കിട്ടാനായിട്ടും ഒക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ല കേട്ടോ. നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓരോ റോസും നമുക്ക് നല്ല പൂക്കൾ തരണമല്ലേ. നമ്മൾ അതിൻ്റെ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ട് തരും. പക്ഷേ നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ നമ്മൾ ചിലപ്പം ആദ്യമേ കൊണ്ടുവെക്കുമ്പോൾ ചെറിയ പോട്ടുകളിലായിരിക്കും കൊണ്ടുവെക്കുന്നത് അല്ലേ. അപ്പോൾ ചെറിയ പോട്ടുകളിൽ കൊണ്ടുവെക്കുമ്പോൾ ആ ആദ്യം ഉണ്ടാകുന്ന പൂവിനേക്കാൾ വളരെ ചെറുതായിരിക്കും രണ്ടാമതുണ്ടാകുന്ന പൂവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ? അപ്പം ഞാൻ ഈ ഒരു റോസ ചെറിയൊരു പോട്ടിലാണ് വെച്ചിരുന്നത്. പക്ഷേ പൂക്കളും മൊട്ടുകളും ഒക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ എല്ലാം ചെറുതാണ് വരുന്നത്. ഈ ഒരു പൂവ് നല്ല വലിയ പൂവുള്ള ഒരു റോസയായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ആദ്യം ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ ഇതിനെ വെച്ചുകൊണ്ടിരുന്നാൽ കുരുടിച്ച പൂക്കളും മൊട്ടുകളുമായി മാറി ആ റോസ പെട്ടെന്ന് പോകുന്നതായിരിക്കും. അപ്പം നമ്മൾ ഉടനടി തന്നെ ഒരു കാര്യം ചെയ്തിരിക്കണം. അപ്പം നമ്മുടെ മഴയൊക്കെ പെയ്ത് ആ റോസയൊക്കെ ഒന്ന് നനഞ്ഞ് കുതിർന്നിരിക്കുക, ചട്ടിയൊക്കെ ഒന്ന് കുതിർന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇളകി വരും. ചട്ടി ഒന്ന് വട്ടത്തിൽ കറക്കി പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേരോട് കൂടി തന്നെ ആ ഒരു ചെടി നമുക്ക് കിട്ടും കേട്ടോ. അടുത്തത്, ഇതുപോലെ ഒരു റോസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇങ്ങനെ തഴച്ച് വളർന്ന് നല്ല സുന്ദരിയായിട്ട് വളർന്ന് മേളോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അതിൻ്റെ തളിർപ്പൊക്കെയാണെങ്കിൽ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇപ്പോൾ പൂവിടും. ഞാനും അങ്ങനെ വിചാരിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് 3 മാസമായി. പക്ഷേ അതിൽ പൂവിടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതുപോലെ കാട്ട് റോസൊക്കെ ഉള്ളവർ, ഇതുപോലെ ഇങ്ങനെ വെറുതെ വളർന്നു പോകുന്ന റോസ് ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ അതും നമുക്കൊന്ന് റീപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇവൻ നശിച്ച് തന്നെ പോകും. ഇതുപോലെ ഒരു പൂവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മൾ അതിനെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ചോട്ടിലെ ആ കുറച്ച് മണ്ണൊക്കെ അങ്ങ് മാറ്റി അതിൻ്റെ വേര് കാണത്തക്ക രീതിയിൽ മണ്ണൊക്കെ മാറ്റി വെച്ചു. മറ്റേ റോസയും അതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് മണ്ണേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ആ കാട്ട് റോസിൻ്റെ ശിഖരങ്ങളെല്ലാം വെട്ടുകയാണ്. 5 ഇതളിൽ കൂടുതലുള്ള ഇലകളാണ് കൂടുതലും. അതാണ് കാട്ട് റോസ് ആയിട്ട് പറഞ്ഞത്. ചില റോസുകളിൽ 5 ഇതളിൽ കൂടുതലുണ്ട്. ചില ഓർക്കിഡ് റോസിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. പക്ഷെ അതിൽ പൂക്കൾ വിരിയാറുമുണ്ട്. ഇത് നമ്മുടെ അല്ലാത്ത റോസാണ്, ഓർക്കിഡ് അല്ലാത്ത മുള്ളുള്ള റോസയാണ് കേട്ടോ. അപ്പോൾ എല്ലാം 5 ഇതളുകൾ മേളിലോട്ടുള്ള ഇലകളാണ്. ഇത് ഞാൻ 3 മാസമായി ഇത് പരീക്ഷണത്തിന് വെച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഇതിലൊരു പൂ ഉണ്ടാകുന്നില്ല. അപ്പം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഇതിനെ ഇങ്ങനെ നിർത്തിയാൽ ഒട്ടും ശരിയാവത്തില്ല. എല്ലാം വെട്ടിക്കളഞ്ഞു കേട്ടോ. ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ നമ്മുടെ അതിൽ നിന്ന് ബാക്കി കിട്ടുന്ന മണ്ണൊക്കെ ഉണ്ടല്ലോ അതങ്ങിടുക. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ പുതിയ മണ്ണും കൂടെ ചേർക്കുക. പുതിയ മണ്ണെന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണും മണലും മിക്സ് ചെയ്ത മണ്ണായിരിക്കണം. കട്ടിയുള്ള പശമണ്ണ് വേണ്ട. പിന്നെ അതിലേക്ക് 2 കൈപ്പിടി കുമ്മായപ്പൊടിയും അതുപോലെ തന്നെ ഒരു ചിരട്ട നിറച്ച് ചകിരിച്ചോറും അതുപോലെ തന്നെ നമ്മുടെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത കൂട്ട് ഒരു 2 ചിരട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് ചേർക്കണം. ഒത്തിരി ചകിരിച്ചോറ് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മതി. പിന്നെ നമ്മൾ കുറച്ച് സാഫ്, 1 കൈപിടി സാഫും കൂടി ഇട്ടിട്ടുണ്ട്. 1 കൈപിടി നിറച്ചാണ് ഇട്ടേക്കുന്നത് സാഫ് കേട്ടോ. അപ്പോൾ 2 ചെടിച്ചിട്ട് നിറയ്ക്കാനുള്ളതാണിത്. 1 ചെടിച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി മതി. അപ്പോൾ സാഫ് നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ മാറ്റി വേരുകളുടെ ചീക്കലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ് ചേർക്കുന്നത്. കുമ്മായം നമ്മുടെ മണ്ണൊന്ന് ട്രീറ്റ് ചെയ്ത് pH ലെവലൊക്കെ നിയന്ത്രിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായം ചേർക്കുന്നത്. ഇത് ഒരാഴ്ച വെച്ചിട്ട് നട്ടാലും നല്ലതാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഒരു പോട്ട്, നല്ല ഹോളുള്ളൊരു പോട്ട് എടുക്കുക. ഈ 2 ചെടിയും
ചെറിയ ചെടിച്ചട്ടിയിലാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പോട്ടിലോട്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇതിന് 2 പ്രശ്നങ്ങളും മാറിക്കിട്ടത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ ചിരട്ട പീസാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടിക പീസോ കല്ലോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ചിരട്ട പീസ് ഇടുമ്പോൾ ഒന്ന് കമത്തി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കും. ഇനി അതിലേക്ക് നമ്മുടെ പോട്ടി മിക്സ്, മണ്ണും മണലും എല്ലാം കൂടിയ ആ ഒരു വളക്കൂറുള്ള മണ്ണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം പകുതി നിറച്ചതിന് ശേഷം നമ്മുടെ ചെടി ഒന്ന് ഇറക്കി വെക്കുക. അതിൻ്റെ അടിയിലെ വേരൊന്ന് പൊട്ടിച്ചിട്ട് വേണം ഇറക്കി വെക്കാനായിട്ട്. കുറച്ച് മണ്ണ് മാത്രം മതി. എന്നിട്ട് സൈഡെല്ലാം ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് പിന്നെയും അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് വെക്കുക. ഒരുപാട് അമർത്തി വെക്കണ്ട. ലൂസായിട്ടുള്ള ഇളക്കമുള്ള മണ്ണായിരിക്കണം റോസയ്ക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ലതായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചൊന്ന് കൊടുത്ത് നോക്കി. ഒരാഴ്ച കഴിയുമ്പോൾ നല്ല തളിർപ്പുകളും നല്ല വലിയ പൂക്കളും മൊട്ടുകളുമായിട്ട് വരും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.